ഒരു ഗ്രാമത്തിൽ 2 കുട്ടികളുണ്ടായിരുന്നു. അവർ രണ്ടും ബ്രദേഴ്സ് ആയിരുന്നു. ഒരു കുട്ടിക്ക് 10 വയസ്സും ഒരു കുട്ടിക്ക് 7 വയസ്സും. അങ്ങനെ രണ്ടും നല്ല വികൃതികളായിരുന്നു. എന്നാലോ അവർക്ക് രണ്ടുപേർക്കും കാണാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ദിവസം അവർ കളിക്കാൻ തുടങ്ങി. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ച് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി അവർ കളിയോട് ജോറായ കളി. പിന്നെ ഒന്നും അറിയുന്നില്ല. പിന്നെ അവർ മെല്ലെ കളി പുറത്തേക്കായി. തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് അവരെത്തിപ്പെട്ടു. അങ്ങനെ കുറച്ച് ദൂരെ എത്തിയപ്പോൾ അവർ വീണ്ടും അവിടെ നിന്നും കളിക്കാൻ തന്നെ കളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊട്ടക്കിണറുണ്ട് അവിടെ. ആ കിണറ്റിലേക്ക് ഈ 10 വയസ്സായ കുട്ടി അറിയാതെ വീണുപോയി. അങ്ങനെ ഈ ചെറിയ കുട്ടി, രണ്ടുപേരും ആകെ പരിഭ്രാന്തരായി. വീണ കുട്ടിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെങ്കിലും അവന് കയറാൻ പറ്റുന്നില്ല. ഈ ചെറിയ കുട്ടി ഒരുപാട് വിഷമിച്ചു. എന്താണ് ചെയ്യുക? ഇവനെ ഒറ്റക്കാക്കിയിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. എന്നാൽ അവിടെ നിന്ന് മറ്റുള്ളവരെ വിളിച്ചിട്ട് ആരും കേൾക്കാനുമില്ല. അങ്ങനെ വല്ലാത്ത സങ്കടത്തോടു കൂടി അവനിങ്ങനെ ആലോചിച്ചു, എന്താണ് ചെയ്യുക, എന്നെ കൊണ്ട് കഴിയോ എന്നൊക്കെ ചിന്തിച്ച് അവൻ നോക്കിയപ്പോൾ അതിൽ ഒരു കപ്പിയും കയറും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ആ കപ്പിയും കയറും ഇട്ടിട്ട് അവൻ മെല്ലെ ആ കയറ് താഴേക്ക് ഇറക്കി കൊടുത്തു. എന്നിട്ട് ആ ഇരുമ്പിന്റെ ബക്കറ്റിലേക്ക് ബ്രദറിനോട് കയറാൻ പറഞ്ഞു. എന്നിട്ട് കയറിയിട്ട് ഇവന് വലിക്കാൻ തുടങ്ങി. വലിച്ചിട്ടൊന്നും ഇവന് കിട്ടുന്നില്ല. പിന്നെ വീണ്ടും അവൻ അവിടെ ഇരുന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി അവൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താ ചെയ്യുക. പിന്നെ പൂർവാധികം ശക്തിയോടുകൂടി ദൈവത്തിനോട് പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടുകൂടി അവൻ തിരിച്ച് വീണ്ടും വലിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വലിച്ച് വീണ്ടും പോകുന്നുണ്ട്. എന്നിട്ടും വിട്ടുകൊടുക്കാതെ അവൻ ഒരു വിധം എങ്ങനെയൊക്കെയോ വലിച്ച് ഇവനെ പുറത്തെത്തിച്ചപ്പോൾ രണ്ടുപേർക്കും വല്ലാത്ത സന്തോഷമായി, സമാധാനമായി. മെല്ലെ വേച്ച് അവൻ വീട്ടിലേക്ക് നടക്കുകയാണ്. അവന് നടക്കാൻ കഴിയുന്നില്ല. എന്നാൽ ജ്യേഷ്ഠനെയും കൊണ്ട് അവൻ മെല്ലെ നടന്നു പോവുക. കുറച്ചങ്ങ് എത്തി. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് ഇവർ വരാത്തത് കണ്ട് അവിടുത്തെ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും ആ വീട്ടിൽ കൂടിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഇവരെ കണ്ടപാട് വല്ലാത്ത സന്തോഷത്തോടു കൂടി അവരെ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അവര് ഈ കാര്യത്തെ അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരൊറ്റ ആളും വിശ്വസിക്കുന്നില്ല. ഇത് നിങ്ങൾ നുണ പറയാണ്, ഇത് നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല, വലിയ 10 വയസ്സായ കുട്ടി കിണറ്റിൽ വീണിട്ട് 6 വയസ്സായ കുട്ടിക്ക് എങ്ങനെ അതിനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു പ്രായമുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ മുഖത്ത് പ്രത്യേകിച്ച് കളിയാക്കലുകളോ മറ്റുള്ള ഭാവങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തപ്പം അദ്ദേഹം അത് വിശ്വസിച്ചുകൊണ്ട് ഇവരോട് എല്ലാ ആളുകളോടും പറഞ്ഞു, ഇത് പോസിബിളാണ്. എങ്ങനെ? വേറെ ഒരു ഓപ്ഷനുമില്ല. ആ കുട്ടി പൂർണ്ണമായിട്ടും അവൻ്റെ ബ്രദറിനെ രക്ഷിക്കണമെന്ന് പൂർണ്ണമായിട്ടും അവനിൽ വിശ്വസിച്ചപ്പോൾ അതിന് ദൈവികമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു സഹായം ഉണ്ടായത്. അങ്ങനെയാണ് അവൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്കും ഒരു ഓപ്ഷനും ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോഴായിരിക്കും ചിന്തിക്കുക, എങ്ങനെ എനിക്കിത് സാധിച്ചു എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? പൂർണ്ണമായിട്ടും നമ്മളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്തു തീർക്കണം, എനിക്ക് വേറൊരു ഓപ്ഷനുമില്ല, നമുക്ക് പിന്നിലേക്ക് പോവാനുള്ള ഒരു പാലവുമില്ല, ഇനി ഇത് തന്നെ എൻ്റെ മാർഗം, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ചിന്ത, ആ ചിന്തയെ നമ്മളൊരു വിശ്വാസമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ സഹായം അതൊരു നന്മയുടെ മാർഗത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അതൊരു നന്മയുടെ മാർഗത്തിലാണെങ്കിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഇറങ്ങി തിരിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.